പാലാഴി മഥനം നടത്തിയപ്പോൾ പൊങ്ങി വന്ന അമൃതകുംഭത്തിന് വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും അടിയായി. അസുരന്മാർക്ക് കിട്ടാത്ത വണ്ണം ഗരുഡൻ അതെടുത്ത് ആകാശത്തൂടെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഒരുപാട് നേരം പറന്നപ്പോൾ ഗരുഡന് ക്ഷീണം തോന്നി. അങ്ങനെ ക്ഷീണം തോന്നിയ ഗരുഡൻ 4 തീർത്ഥകരകളിൽ വിശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിന്. അങ്ങനെ വിശ്രമിക്കാൻ ഇറങ്ങിയ സമയത്ത് അമൃതകുംഭത്തിൽ നിന്നും ഏതാനും തുള്ളികൾ ഈ തീർത്ഥങ്ങളിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദേവാസുര യുദ്ധം 12 ദിവസം നീണ്ടു നിന്നിരുന്നു. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ ഒരു വർഷമാണ്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ 12 വർഷം. 12 വർഷത്തിൽ ഒരിക്കല് മാഘമാസത്തില് വ്യാഴം മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ പെർട്ടിക്കുലർ മൊമെന്റില് വീണ്ടും ഈ തീർത്ഥങ്ങളിലൊക്കെയും അമൃതിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ഒരു ദിവ്യ മുഹൂർത്തത്തില് ദേവന്മാരും കിന്നരന്മാരും യക്ഷന്മാരും സപ്തർഷിമാരുമൊക്കെ ഈ തീർത്ഥത്തിൽ കുളിക്കാൻ എത്തുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ആ രാജകീയമായ സ്നാനത്തെ ഷാഹി സ്നാൻ എന്ന് വിളിക്കപ്പെടുന്നു.